ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. വലിയ തോതിൽ വോളറ്റിലിറ്റി ഉള്ള മാർക്കറ്റാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ. എപ്പോഴും വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എല്ലാ ദിവസവും ഫോൾ ആവും, ഇൻട്രാഡേ ലോയിൽ നിന്ന് റൈസ് ആവും, അല്ലെങ്കിൽ മാർക്കറ്റ് അപ്പാവും, അതിനുശേഷം മാർക്കറ്റ് ഫോൾ ആവും. ഇത്തരത്തിൽ വളരെ ട്രേഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ. എനിവേ മാർക്കറ്റ് ഇന്നലെ റിക്കവറി രേഖപ്പെടുത്തി. എസ്പെഷ്യലി ബാങ്കിങ് സെക്ടറെല്ലാം തന്നെ ബാങ്ക് ഇൻഡെക്സ് പോസിറ്റീവിലൊക്കെ ക്ലോസ് ചെയ്തു. IT സെക്ടറുകളിൽ ഇന്നലെ TCS, ഇൻഫോസിസ് ഉൾപ്പെടെയുള്ള IT സെക്ടറുകളിൽ നമ്മൾ കണ്ടു സീവിയർ സെല്ലിംഗ് പ്രഷർ. പ്ലസ് നമുക്കുള്ളൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം, യൂണിയൻ ക്യാബിനറ്റ് ഏകദേശം 39,290 കോടി രൂപ, അതായത് $4 ബില്യൺ നിലവിലുള്ള ഏവിയേഷൻ പ്രൈസ് മാനേജ്മെൻറ്റിനും അർബൻ ട്രാൻസ്പോർട്ട് റീഫോർമേഷനെല്ലാം വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നെന്നുള്ള ന്യൂസ് ഉണ്ട്. ഇത് നാളെ നമ്മുടെ RBIയുടെ മോണിറ്ററി പോളിസി വരാനിരിക്കെ ആണ് ഇത്തരത്തിലുള്ളൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് FISൻ്റെ സെല്ലിങ്ങാണ്. ഇന്നലെയും FIS 5,616 കോടി രൂപക്ക് സെല്ല് നടത്തി. ഈ ഒരു മാസം വളരെ 2 ദിവസം ആയിട്ടുള്ളൂ, അപ്പോഴേക്കും 17,000 കോടി രൂപക്ക് അടുത്ത് സെല്ല് നടത്തി FIS. കൂടാതെ US ഇന്ത്യക്ക് മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള 50 രാജ്യങ്ങൾക്കെതിരെ ഏകദേശം 12.5% ഫർദർ താരിഫ് ഏർപ്പെടുത്തിയേക്കാം എന്നുള്ള ന്യൂസും ഈ ഒരു ഫോളിന് ഫ്യൂവൽ പകർന്നു. പിന്നീടുള്ള ഇറാൻ ഇഷ്യൂസ് നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റ് ഏറ്റവും താഴെ US വിക്സ് സ്പൈക്ക് ചെയ്ത് 15-ൽ എത്തി നിൽക്കുകയാണ്. എങ്കിലും ഇന്ത്യ വിക്സിനേക്കാളും താഴെയാണ്. നാസ്ഡാക്ക് ഫോളോ ചെയ്തു, ഡോ 1.2% ഫോളോ ചെയ്തു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും ഫോളോ ചെയ്തിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് ഫോള് ചെയ്തിരുന്നു. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് 4,447, സിൽവർ 73, ബിറ്റ്കോയിൻ കാണാം സില്ലിംഗ് പ്രഷറാണ് 65,000 എത്തി. ബ്രന്റ് ഓയിൽ ഒന്ന് കൂൾ ഡൗൺ ആയിട്ടുണ്ട് 97, നാച്ചുറൽ ഗ്യാസും ഒന്ന് കൂൾ ഡൗൺ ആയിട്ടുണ്ട് 3.2. അപ്പോൾ ബിറ്റ്കോയിനെല്ലാം തന്നെ ബിറ്റ്കോയിൻ്റെ ചാർട്ടൊക്കെ നമുക്കൊന്ന് കാണാം. ബിറ്റ്കോയിൻ്റെ ചാർട്ട്, ഡെയിലി ചാർട്ട് കാണാൻ സാധിക്കും. 63,591. ഈ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഒരു അസറ്റാണല്ലോ. നിഫ്റ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് 50 സ്റ്റോക്കുകളും 100 കാര്യങ്ങളും ഉള്ളതുപോലെ ബിറ്റ്കോയിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് വേറെ ഫർദർ സ്റ്റോക്കുകളൊന്നും ഇല്ല. ബിറ്റ്കോയിൻ ഒറ്റ അസറ്റ് ക്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിനിൽ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇതിൻ്റെ ലെവലുകൾ ഈ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ബിറ്റ്കോയിനിൽ ട്രേഡ് ചെയ്യാൻ അറിയില്ല എന്നുള്ള പേടി വേണ്ട. ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. ബിറ്റ്കോയിൻ്റെ ക്രിപ്റ്റോ കോഴ്സ് ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസും വിപ്രോയും വീണ്ടും ഇടിവ് തുടർന്നിരുന്നു. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. ആദ്യമായിട്ട് ഓറബിൻഡോ ഫാർമയാണ്. ഓറബിൻഡോ ഫാർമ അവരുടെ ഒരു പുതിയ ബയോളജിക്കൽ കോൺട്രാക്ട് മാനുഫാക്ചറിങ് ഓർഗനൈസേഷനായിട്ടൊരു പുതിയ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസാണ്. ഫാർമ കമ്പനിയാണ് ഓറബിൻഡോ ഫാർമ. രാജേഷ് എക്സ്പോർട്ട് ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഏകദേശം 15 ലക്ഷം കോടി രൂപയുടെ റവന്യൂ അലിഗേഷൻ ഉണ്ടായി. അപ്പോൾ സെബി ഇവരുടെ പ്രൊമോട്ടേഴ്സിന് ഈ സെക്യൂരിറ്റിയിൽ നിന്ന് വിലക്കി എന്നുള്ള ന്യൂസ് ഉണ്ട്. ട്രെൻഡ് ഇന്ന് ബോണസ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആണ്. 1:2 ബോണസ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ഓരോ 2 ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ഒരു ഷെയർ എക്സ്ട്രാ കൊടുക്കും. അതാണ് 1:2. 1:2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടുമെന്നുള്ളത് ആദ്യം കാണാം, പിന്നീട് എത്ര സ്റ്റോക്ക് ഹോൾഡ് ചെയ്താലാണെന്നുള്ള വാല്യൂ ആണ് ഇപ്പോഴുള്ളത്. പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. 1:2 എന്ന് പറയുമ്പോൾ 2 കിട്ടുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവാം. 1 കിട്ടും, 2 നിലവിൽ ഹോൾഡ് ചെയ്താൽ. ഇൻഡിഗോ ഈ കുവൈറ്റിലേക്കുള്ള സർവീസുകളെല്ലാം തന്നെ താൽക്കാലികമായിട്ട് നിർത്തി എന്നുള്ള ന്യൂസ് ഉണ്ട്. L&T മൈൻട്രി IT കമ്പനിയാണ്. അപ്പോൾ അവർ പുതിയ സിസ്കോ സെക്യൂർ ആയിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. BHEL ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് എന്താണ്? BHEL ഒറ്റ സെക്കൻഡ്. ഓക്കെ, ഇവർ ഡങ്കോട്ട് പെട്രോളിയം റിഫൈനറി ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസാണ്. NBCC ഒരു വർക്ക് ഓർഡർ കിട്ടി, 83 കോടി രൂപയുടെ ഓർഡർ. ഹീറോ മോട്ടോ കോർപ്പ്
ഹീറോ മോട്ടോകോർപ്പ് അവരുടെ ആദ്യത്തെ ഫ്ലക്സ് ഫ്യൂൽ മോട്ടോർ സൈക്കിള് ലോഞ്ച് ചെയ്യുകയാണ്. എന്താ ഫ്ലക്സ് ഫ്യൂൽ മോട്ടോർ സൈക്കിള്? ഈ എത്തനോളിൻ്റെ പ്രൊപ്പോർഷൻ കൂടുതലുള്ള കുറച്ചും കൂടി ഈ നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബൈക്കാണ് ഈ ഒരു ഫ്ലക്സ് ഫ്യൂൽ മോട്ടോർ സൈക്കിൾ. IX ഇവരുടെ 18.6 ഇയർ ഓൺ ഇയർ ഇവരുടെ ഇലക്ട്രിസിറ്റി വോളിയം വർദ്ധിച്ചു എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. HFCL കമ്പനി ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് ഇവരുടെ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ബിസിനസ് ഇവർ എൻഹാൻസ് ചെയ്യുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. അഗർവാൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ കമ്പനിക്കൊരു 477 കോടി രൂപയുടെ ഒരു കോൺട്രാക്റ്റ് HPC ലിമിറ്റഡിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ന്യൂസ് ഉണ്ട്. ജെയിൻ ഇറിഗേഷൻ കമ്പനി ഇവരുടെ പുതിയ ഇൻഡസ്ട്രിയൽ സ്കെയിൽ ബയോടെക് ഫെസിലിറ്റി അവർ ഇനാഗ്രേറ്റ് ചെയ്തു എന്നുള്ള ന്യൂസ്. ടെക്സ്മാക്കോ റെയിൽ കമ്പനി ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് ഇവർ ഒരു ട്രൈപ്പാറ്റി എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ഗ്ലോബൽ റെയിൽ കെയർ ലീസിങ് പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. ഇപ്പോൾ നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചെറിയൊരു ഗ്യാപ്പ് ഡൗണിൽ തന്നെയാണ്, ചെറുതല്ല, ഒരു ഗ്യാപ്പ് ഡൗണിൽ തന്നെയാണ്. നമ്മളിത് കൃത്യമായിട്ട് പറയാത്തത് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് നിങ്ങൾ ന്യൂസ് ചെയ്യുന്ന സമയത്ത് നിഫ്റ്റി ചിലപ്പോൾ ഫ്ലാറ്റ് ആയേക്കാം, ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് ആയേക്കാം. അപ്പോൾ അതുകൊണ്ട് നിഫ്റ്റി ഇപ്പോൾ ഞാൻ കാണുന്ന സമയത്ത് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് വന്ന ആളുകളൊക്കെ നിഫ്റ്റി നെഗറ്റീവാണെന്ന് പറഞ്ഞു, ഓപ്പൺ ആയപ്പോൾ പോസിറ്റീവ് ആയല്ലോ, പറഞ്ഞത് തെറ്റാണോ എന്നുള്ള രീതിയിൽ കമൻറ്റുകൾ വരാറുണ്ട്. അപ്പോൾ പിന്നീട് നമുക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ എനിവേ കോഷ്യസ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. 0.95 ആണ് ഓപ്പൺ ഇൻട്രസ്റ്റ്. അതീവ ബീറിഷ് ആയിരുന്നില്ല ഓപ്പൺ ഇൻട്രസ്റ്റ്. ഇന്നലെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യാം. ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാം 23,500 റേഞ്ചിലാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ സ്പോട്ട് ഉള്ളത്. ജൂൺ 9 എക്സ്പയറി ഉള്ള കോൺട്രാക്റ്റാണ്. അപ്പോൾ അതിൽ PCR 0.95 എന്ന നിലയിലാണ്. 24,100 മേജർ റെസിസ്റ്റൻസ്. 24 മേജർ റെസിസ്റ്റൻസ്. സപ്പോർട്ടായിട്ട് 23 സപ്പോർട്ട് സോണുകളിലുണ്ട്. ഇൻ ബിറ്റ്വീൻ ഉള്ള കോൺട്രാക്റ്റുകളിലും വളരെ ആക്റ്റീവാണ്. അതിനർത്ഥം ഭീകരഷായ രീതിയിൽ മാർക്കറ്റ് പോയിട്ടില്ല ആസ് ഓഫ് നൗ. മാർക്കറ്റ് കാണാം ചില സമയങ്ങളിൽ എസ്പെഷ്യലി വീക്ക് ബിഗിൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. അതിനുശേഷം മാർക്കറ്റ് വലിയ വോളറ്റിലിറ്റി ഒക്കെ ഉണ്ടാകും. വീക്ക് അവസാനം എവിടെയാണ് ഓപ്പൺ ചെയ്തത് അവിടെ തന്നെ മാർക്കറ്റ് അവസാനിക്കും. ഈ രീതിയിലാണ് മാർക്കറ്റിൻ്റെ ഒരു പാറ്റേൺ. അപ്പോൾ ഇനി ആ ഒരു പാറ്റേൺ അങ്ങനെ തന്നെ പോകട്ടെ അറ്റ്ലീസ്റ്റ്, അല്ലാതെ ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴേക്ക് ഇടിയാതിരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉള്ള പോസിറ്റിവിറ്റി. എനിവേ വൈകിട്ട് കാണാം. താങ്ക് യു ഓൾ.